സുഹൃത്തുക്കളെ നമസ്കാരം. ഐറൺ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ എവിടെയെന്നറിയോ, നല്ലൊരു ലൊക്കേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കിഡിലൻ ഒരു പ്രോപ്പർട്ടി. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് നല്ല നല്ല വീടുകൾ ടൗണിലായിട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് വരുന്നത് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വാഴക്കാലയാണ്. വാഴക്കാല നിങ്ങൾക്ക് അറിയാലോ, വാഴക്കാല വളരെ വലിയ സിറ്റിയാണ്, മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കാലയിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. മെയിൻ റോഡിൽ നിന്ന്, അത് പുതിയ മെട്രോ വരാൻ പോകുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ്, നല്ലൊരു ബോക്സി ടൈപ്പ് വീട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് 3.5 സെന്റ് സ്ഥലം, അതുപോലെ തന്നെ 1850 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള എലിവേഷൻ ആട്ടാ, ഒരു നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പൊ കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, മനോഹരമായിട്ടുള്ള ഒരു കവേഡ് ആയിട്ടുള്ള കാർ പോർച്ചാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ 2 വാഹനങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ പാർക്ക് ചെയ്യുക, 2 വലിയ വാഹനം തന്നെ പാർക്ക് ചെയ്യാട്ടാ. അതുപോലെ കടുപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നൽകിയിട്ടുണ്ട്. കിണർ സൗകര്യം ഉണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അല്ല, ഇവിടെ ആയിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ നട്ടിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പ്ലാന്റ്സുകളും അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശുദ്ധമായ വെള്ളമാണ്, ഇത്തിരി വെള്ളം കിട്ടുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ്. എറണാകുളം ടൗണിൽ ഇത്ര നല്ല വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ കുറവാണ്. അപ്പൊ നല്ലൊരു ഏരിയയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പാസേജ് പോലെ ഒരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. മെയിൻ ഡോർ വരുന്നത് മഹാഗണിയാണ്. അതുപോലെ മഹാഗണി, ആഞ്ഞിലി മുതലായ തടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ ഗ്രേ കളറിലുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അത് കജാരിയൻ ടൈലുകളാണ്, മാറ്റ് ഫിനിഷ് ടൈലുകൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ട വാൾ ഡിസൈനിങ് ഒക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകളും വാം ലൈറ്റുകളൊക്കെ കൊടുത്താണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ വളരെയധികം വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോ ഉണ്ടല്ലോ, അതാ ഇവിടെയായിട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ് വരുന്നത്. അതാ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ്, ഏകദേശം ഒരു 8ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. സീലിംഗ് വർക്കൊക്കെ ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് വലിയൊരു ഫ്രെയിം വിൻഡോ തന്നെ വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് 3 പാളികളുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വെക്കാനുള്ള സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴല്ല തന്നെ സ്വിച്ചസ് ഒക്കെ റാക്ട്രീഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വലിയൊരു ഫ്രെയിം കൂടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ ഇതിന്റെ ഇന്റീരിയർ നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലുപരി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്താണ് നമുക്ക് എന്ത് വാഷ് ബേസിൻ കൗണ്ടർ തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സെറ ബ്രാൻഡിന്റെ ഉണ്ടാ. അതുപോലെ ഈ ഭാഗത്ത് കിച്ചൺ വരുന്നത് എല്ലാവർക്കും മോഡുലർ കിച്ചൺ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷൻ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കിച്ചൺ എന്ന് പറയുന്നത് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഹോബിന്റെ സ്ഥാനം വരുന്നുണ്ട്. എൽ ഷേപ്പ് കിച്ചൺ സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് 2 ഒറ്റ പാളികളുള്ള ഒരു ചെറിയ വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. വർക്ക് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ടാണ് വർക്ക് ഏരിയ. പുറത്തേക്ക് ഇറങ്ങാനുള്ള രീതിയിൽ നമുക്ക് 2 ഡോറുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കയറുക. അപ്പൊ താഴെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂമിന്റെ സ്ഥാനം. വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് കണ്ടാ.
വളരെയധികം വിശാലമായിട്ടുള്ള ബെഡ്റൂം, വാർഡ്രോബ് ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ 2 ഒറ്റപ്പാളികളുള്ള വിൻഡോ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായി തന്നെ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു മിറർ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ആയിട്ടാണ് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നത്. അറ്റാച്ച്ഡ് ആണ്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇതാണ് ബാത്റൂം കേട്ടോ. കൺസീൽഡ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെറയുടെ ഉണ്ട് ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരു താഴെ ഫ്ലോറിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ടൈലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്കറിയാനുള്ളത് ഇതിൽ പല ടൈപ്പ് ടൈലുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മാറ്റ് ഫിനിഷ് ടൈലുകൾ തന്നെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ കേട്ടാ സ്റ്റെപ്പിൽ കൊടുത്തേക്കണം. നോക്കി മാറ്റ് ഫിനിഷ് ടൈലാണ്. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വെക്കാനുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഫ്രെയിം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. വെളിച്ചത്തിനൊന്നും ഒരു കുറവില്ല. നല്ല വീണ്ടും അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു കളർഫുൾ ആണ് നമുക്ക് കിട്ടുന്നത്. വന്നേ ഇത് നോക്കി എന്താ സെറ്റപ്പ്. അപ്സ്റ്റെയർ ഒക്കെ ഇത്രം ഒരു സ്പേസ് കൊടുത്ത് തന്നെ പണിയാന്ന് പറയുന്നത് നല്ലൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് ഒക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. മുകളില് 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ചെറിയ ബെഡ്റൂം അല്ല, വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് എടുക്കാമോ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമില് ഉള്ള പ്രീമിയം ടൈലുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ള ടൈലുകളാണ്. അതുപോലെ തന്നെ ചെയ്യണ്ട അതൊക്കെ നല്ല ഭംഗിയിൽ തന്നെ മൈക്ക ലാമിനേഷൻ ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയായിട്ടാണ് ഈ ഡ്രസ്സൊക്കെ വെക്കാനുള്ള വാർഡ്രോബ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ ബാത്റൂമിന്റെ സ്ഥാനം കേട്ടോ. ഈ ബാത്റൂമിൽ വരുന്നത് വേറെ ടൈലുകളാണ്. അപ്പൊ ബെഡ്റൂമും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതൊരു അപ്പർ ലിവിംഗ് സ്പേസിലെ 2ാമത്തെ ബെഡ്റൂം കേട്ടോ. ഇവിടെ ആയിട്ട് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നുണ്ട്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ സീലിംഗ് ഒക്കെ നോക്കി ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഡോറിൽ കണ്ട മൊത്തം ഗ്ലാസ്, ഈ ഒരു ഷെയ്ഡിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മൊത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് ബാൽക്കണി. ഈ ഭാഗത്ത് കണ്ട നല്ല രീതിയിൽ തന്നെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൊണ്ടും സൗകര്യങ്ങൾ ഈ ഒരു വീടിനുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ഫ്രണ്ട് എലിവേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത് 3.5 സെന്റ് സ്ഥലമുണ്ട്. 3.5 സെന്റ് സ്ഥലം, 1850 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3 ബെഡ്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ആണ്. വളരെയധികം സ്പേസ് കൊടുത്ത് തന്നെ ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ വാഴക്കാല ജംഗ്ഷനിൽ നിന്ന് വെറും 300 മീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം എറണാകുളം പാലാരിവട്ടത്തേക്കൊക്കെ ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാലാരിവട്ടമായി. അതുപോലെ എല്ലാ ആരാധനാലയങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ IT ഹബ്ബായിട്ടുള്ള കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിലും വെറുതെ നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിലല്ല എത്ര കിലോമീറ്റർ ആണെന്നറിയോ? വെറും 4-4.5 കിലോമീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ എത്രത്തോളം ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നല്ലൊരു ലൊക്കേഷനാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയെന്നറിയോ? 1,20,00,000 രൂപ. വില നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനിയും നല്ല നല്ല ഡീലുകളായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം ഇതിന്റെ യൂട്ടിലിറ്റി സ്പേസ് നമ്മൾ കണ്ടിട്ടില്ല. ജസ്റ്റ് അത് കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം.